നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ശരിക്കും സ്ട്രോങ് ആണോ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കുമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞില്ല, ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കണം. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈഡൻസും കിട്ടും. നിങ്ങളുടെ പ്രശ്നത്തിന് കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് നിങ്ങളുടെ പ്രശ്നം എല്ലാം സോൾവ് ആക്കി മുമ്പോട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷവും ഉണ്ടാവും. അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് ഇത്ര തറപ്പിച്ച് പറയാനുള്ള കാരണം. നിങ്ങളുടെ സിറ്റുവേഷൻ, പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുത്ത് പരിഹാരം ചെയ്തു കൊടുത്തവർക്കെല്ലാം റിസൾട്ട് ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു റിച്വൽ കാണിക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടി റിമൂവർ റിച്വലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ജനറൽ റിച്വലാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിച്വൽസ് തയ്യാറാക്കി നൽകുന്നതാണ്. ആ റിച്വൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം എഫക്റ്റീവുമാണ്. നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് ആവശ്യം പേഴ്സണൽ റിച്വലാണ്. നമുക്ക് അടുത്തതായിട്ട് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ഷാഡോ ഓഫ് ക്യൂൻ ഓഫ് കപ്സ്, ഷാഡോ ഓഫ് 8 of wands, 3 of wands, shadow of strength card, shadow of 4 of pentacles, page of pentacles, temperance, 7 of pentacles, the world card, shadow of 2 of swords, knight of cups, shadow of 8 of pentacles. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും മടുത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പിറകെ നടന്ന്, നിങ്ങൾ ഒരുപാട് തവണയായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പിറകെ നടന്ന് നിങ്ങളുടെ അടുത്തൊന്ന് തുറന്ന് സംസാരിക്കൂ, നിങ്ങൾക്ക് കുറച്ച് സ്നേഹം തരൂ, കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി തരൂ എന്നൊക്കെ നിങ്ങൾ പിറകെ നടന്ന് അവരുടെ അവഗണന ഏറ്റുവാങ്ങി, അവർ ചിലപ്പോൾ നിങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഏറ്റുവാങ്ങി നിങ്ങളൊരു മടുത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്തുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറമേ കാണിക്കുന്നില്ല. നിങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവർ അതിനെല്ലാം ദേഷ്യപ്പെടാനും നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കാനും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പറയുവാനും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കൂടുതലും അവരുടെ അടുത്ത് നിങ്ങളുടെ വികാരത്തെ കാണിക്കാതിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടുന്നത് ശരിക്കും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെന്ന വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു സ്ട്രെങ്ത് ഉള്ള, നല്ല ഒരു ശക്തിയുള്ളൊരു പേഴ്സണായിട്ടായിട്ട്, നല്ലൊരു മനക്കെട്ടിയുള്ളൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷയോടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്നെങ്കിലും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരെന്തൊക്കെയോ നേടി എന്നുള്ളൊരു അഹങ്കാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇപ്പോൾ ശരിക്കും അവരൊരു നിരാശയായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഉണ്ടാക്കുന്ന സാമ്പത്തികമാണെങ്കിലും മറ്റൊരു പേഴ്സണിന് വേണ്ടിയിട്ട് ചിലവാക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആദ്യമൊക്കെ അവർ ചിലവാക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള വലിയൊരു വിലപിടിപ്പുള്ള ഒരു
ആൾക്ക് വേണ്ടി, അതായത് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ട് അവർ ചെലവാക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് അവരെന്തൊക്കെ ചെയ്തിട്ടും, അതായത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ ചെയ്തിട്ടും, എത്രയൊക്കെ സാമ്പത്തികം മുടക്കിയിട്ടും, അവർക്ക് വേണ്ടുന്ന എല്ലാ കെയറിങ്ങും എല്ലാ സ്നേഹവും കൊടുത്തിട്ടും അവർ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ അങ്ങനെ ആയിട്ട് പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നിരാശയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു പരിഗണനയും കിട്ടിയില്ല. നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ചീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അത് പുറമെ നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി ദേഷ്യമായിട്ടായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ചീറ്റിംഗ് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി കാണിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തി എല്ലാം വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. കാരണം അവർ ഒരു വഞ്ചിക്കപ്പെട്ട ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ വഞ്ചിക്കപ്പെട്ടു, സാമ്പത്തിക കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടു. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരാൾ അവരെ ചതിച്ചു എന്ന് പുറത്ത് പറയുവാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഒന്ന് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തി അവരുടെ ഓഫീസിൽ പോവുകയാണെങ്കിൽ തന്നെ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകുമ്പോൾ ആണെങ്കിൽ തന്നെ അവർ ശരിക്കും കടുത്ത നിരാശ ആലോചനയിലാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടുന്നത് ശക്തമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് ശക്തിയായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇവിടെ സീതാദേവിയുടെ അനുഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം സക്സസ് ആവും. നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഒരിക്കലും പ്രാർത്ഥന കേട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് കരുതിയിട്ട് പ്രാർത്ഥനയിൽ നിന്നും പിന്മാറരുത്. നിങ്ങൾ ഈശ്വരനെ തന്നെ മുറുകെ പിടിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടിട്ടാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുവാൻ വേണ്ടി ഈശ്വരൻ ഉണ്ടാക്കിയ ഒരു സന്ദർഭമാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. അതായത് അവർ ഇപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടു, ശരിക്കും നിരാശയിൽ കൂടെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കടന്നു പോകുന്നു. പുറത്ത് ആരെടുത്തും ഈ കാര്യമൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു സ്ത്രീയോ ഒരു പുരുഷനോ നിങ്ങളിരിക്കെ നിങ്ങളുടെ വ്യക്തി ഇവരെ തേടിപ്പോയി, അവർ ഇവരെ ചീറ്റ് ചെയ്തു എന്ന് ആരെടുത്തും അവർക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കടുത്ത മനപ്രയാസത്തിലൂടെ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ള അഹങ്കാരത്താൽ നിങ്ങളുടെ അടുത്ത് പല രീതിയിലുള്ള കുത്തിയുള്ള സംസാരങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി സംസാരിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു സത്യസന്ധത നിങ്ങളുടെ വ്യക്തി പുലർത്തിയിട്ടില്ല. നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെ ചീറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഫലമായിട്ടാണ്, ഇതൊരു കർമ്മഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ചീറ്റ് ചെയ്യുന്നു. ശരിക്കും കർമ്മഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല ഈ ഒരു സന്ദർഭം ഇനി മാറുമോ. നിങ്ങളുടെ അടുത്ത് നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം നാണക്കേടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ സ്വയം വിശ്വസിച്ച് വല്ലാത്ത മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളിലും ഇപ്പോൾ വ്യക്തത ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്, തേർഡ് പേഴ്സൺ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൻ്റെ സാമ്പത്തികം നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ ആരോഗ്യം നോക്കിയിട്ടോ ഒന്നുമായിരുന്നില്ല സ്നേഹിച്ചത്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടാമോ അതെല്ലാം അവർ കൈക്കലാക്കി. പകരത്ത് എന്തോ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്താൽ മാത്രമാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ പിരിച്ചത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം, വഴക്കുണ്ടായ സമയത്ത് നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും,
നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം. ഇതുപോലെയൊക്കെയുള്ള സെൻറ്റൻസ് സംസാരം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ശരിക്കും വേദന ഉണ്ടാകുന്ന, നിന്നെ ഒരിക്കലും എനിക്കിനി സ്നേഹിക്കാൻ സാധിക്കില്ല, ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന രീതിയിലുള്ള വർത്തമാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവർ അപ്പോൾ അവരുടെ ദേഷ്യത്താൽ, നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു ആഗ്രഹത്താൽ തന്നെയാണ് അവർ അന്നത് സംസാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത്. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ തേർഡ് പേഴ്സൺ ഉണ്ട്. അവർ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം ഈ ഒരു തേർഡ് പേഴ്സണിലുണ്ട്. അപ്പോൾ നിങ്ങളെന്ന വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ കാണിച്ചത്. പക്ഷെ നിങ്ങളുമായിട്ട് പിരിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങി അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്പെൻഡ് ചെയ്ത്, ടൈം ആവട്ടെ, കെയറിങ് കൊടുത്ത്, അവരുടെ സാമ്പത്തികം സ്പെൻഡ് ചെയ്ത്, കുറച്ച് പോലും അവരുടെ സേവിങ്സ് പോലും എടുത്തിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. മറ്റു ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ചെയ്ത് അവസാനം നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് ഒരു ഉപയോഗമില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു അവഗണനയാണ് ഉണ്ടാവുന്നത്. അവർ ശരിക്കും ചവിട്ടി തേക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അവർ കടുത്ത മനപ്രയാസത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് അവർക്ക് വിട്ടുവരാൻ പറ്റുന്നില്ല. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ ഒരു തേർഡ് പേഴ്സണിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ അടുപ്പിച്ചത് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത പലതരത്തിലുള്ള ഒരു ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഒരു കൈവശം, ഈ ഒരു പ്രയോഗത്താലാണ് ഈ ഒരു തേർഡ് പേഴ്സണിലേക്ക് നിങ്ങളുടെ വ്യക്തി ശരിക്കും അങ്ങ് അടുത്തു പോയത്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവാം. നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് സംസാരിക്കും. തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് മറ്റൊരു സ്വഭാവമായിരിക്കാം. സ്നേഹമായിട്ട് സംസാരിക്കുക, പിന്നെ നിങ്ങളുടെ അടുത്ത് ദേഷ്യവും വെറുപ്പും കാണിക്കുക, നിങ്ങൾ ശല്യമാണെന്ന് പറയുക, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സ്വഭാവം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ഒരു ബ്ലാക്ക് മാജിക് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട്, അവസാനിപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു ബ്ലാക്ക് മാജിക് ആണ്. ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് ആണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിന് നിങ്ങൾ പരിഹാരം ചെയ്തേ മതിയാകൂ. നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന, നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ബാധിച്ചിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് മാജിക് നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം നിങ്ങൾ ചെയ്യുക. പരിഹാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ജീവിതം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും സഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. നിങ്ങൾ പരിഹാരം ചെയ്യണം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരികെ എടുക്കുവാൻ വേണ്ടിയിട്ട്, തിരികെ വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. പരിഹാരത്തിനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ മറ്റാർക്കും അവരെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അവരുടെ അമ്മയ്ക്കാണെങ്കിലോ അച്ഛനാണെങ്കിലോ പെങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീക്കോ പുരുഷനോ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല എന്നുള്ളൊരു സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും അവർക്ക് നിങ്ങളുടെ അടുത്ത് സന്തോഷമായിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കഠിനമായിട്ടുള്ളൊരു ബ്ലാക്ക് മാജിക്കാണ് നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് കാൽക്കൽ നിങ്ങളുടെ വ്യക്തി അടിമയെ പോലെ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റീയൂണിയൻ തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയാനൊരു ഈഗോ ഉണ്ട്. ആ ഒരു ഈഗോ കൂടാതെ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റും കൂടെ ആകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. സത്യത്തിൽ ആ വ്യക്തിയുടെ ഈഗോ ഒക്കെ കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് അല്ലെങ്കിൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ടൈമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളില്ലാതെ ഇനി ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥ പ്രണയം എന്താണ് എന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ ഇത്രയും നാളും
ആർക്ക് വേണ്ടിയിട്ടാണോ സാമ്പത്തികം ചിലവാക്കിയത്, കടം വാങ്ങിച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ സാമ്പത്തികം സ്പെൻഡ് ചെയ്തത്, അവരെല്ലാം നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചു കഴിഞ്ഞു. നിങ്ങളെന്ന വ്യക്തിയെ ഇനി അവർക്ക് ലൈഫിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കില്ല. പക്ഷെ ഇത് നിങ്ങളോട് തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് വീർപ്പുമുട്ടലുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തി, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നിങ്ങളെ വേണ്ടെന്ന് വെച്ച് ഈ ഒരു അവസ്ഥ എത്തിച്ചത് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കംപ്ലീറ്റ് മിസ്റ്റേക്ക് നിങ്ങളുടെ വ്യക്തിയുടേത് തന്നെയാണ് എന്നാണ് ഇവിടെ ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. ഇത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. ആ വ്യക്തി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. പ്രണയം എന്നുള്ളത് അത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ രക്ഷിക്കണം. കാരണം പലപ്പോഴും അവരുടെ പ്രാർത്ഥനയിൽ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവർ ചെയ്ത കർമ്മഫലം അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ദൈവം പോലും അവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് എന്താണോ അവർ ചെയ്തത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് തേർഡ് പേഴ്സണിൽ നിന്നും അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത്, അവരുടെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വന്ന സമയത്ത് നിങ്ങളെ ഒട്ടും തന്നെ അവർ കെയർ ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു ഇറ്റ് സ്നേഹം തന്നിട്ടില്ല. നിങ്ങളെ ശരിക്കും ഉപദ്രവിച്ച്, മാനസികമായിട്ട് അവർ ശരിക്കും നിങ്ങളെ ഉപദ്രവിച്ചു. അതിനൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്. കുറ്റബോധം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റാണ്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു, നിങ്ങളെ എങ്ങനെയാണ് ആ വ്യക്തി ട്രീറ്റ് ചെയ്തത്, ഇതൊക്കെ അവരുടെയൊക്കെ നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കള്ളത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. എന്തൊക്കെ കള്ളമാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ എന്തിനാണ് ആ വ്യക്തി ചീറ്റ് ചെയ്തത്. ഈ ഒരു തേർഡ് പേഴ്സണെ കണ്ടു കഴിഞ്ഞപ്പോൾ, തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ടപ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ വന്നു. ആ തേർഡ് പേഴ്സൺ പറയുന്നതെല്ലാം നിങ്ങളുടെ വ്യക്തി ശരിക്കും കേട്ടിട്ടുണ്ട്. അവരിലേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു 60% നിങ്ങളുടെ വ്യക്തിയെ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് ഒരു കൈവശപ്പെടുത്തി വെച്ചിരുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെയാണ്. അത് പല സ്ഥലത്ത് ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന പല സ്ഥലത്ത് പോയിട്ടാണ് അവർ ഈ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങളുടെ അടുത്ത് പോലും നിങ്ങളുടെ വ്യക്തി ഇത്രയ്ക്ക്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. അതൊക്കെ ഒരു പണ്ടത്തെ ഒരു ഫേസ് ആയിരുന്നില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ കണ്ടിരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ദേഷ്യം വന്നിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ വ്യക്തി മറ്റാരെയൊക്കെ പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തൊരു 40% തെറ്റാണ് ഇപ്പോഴും ഉള്ളത്. ഈ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചിന്ത നിയന്ത്രിക്കുന്നത് ആ ഒരു ബ്ലാക്ക് എനർജി ആയിരിക്കും. അത് നിങ്ങൾ അറിയുക. അത് പൂർണ്ണമായിട്ടും മാറാതെ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ സ്വന്തം നിയന്ത്രണത്തിൽ വരാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് മാറാൻ ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി അകറ്റുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ബ്ലാക്ക് കളറിലെ പെന്നും വൈറ്റ് കളറിലെ പേപ്പറുമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മണ്ണെണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ എടുക്കുക. ഈ ഒരു സ്പെൽ വർക്ക് എല്ലാവർക്കും എഫക്റ്റീവ് ആവണമെന്നില്ല. പേഴ്സണൽ സ്പെൽ വർക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുക. സ്പെൽ വർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള സിംബൽസ് ആദ്യം നിങ്ങൾ വരയ്ക്കുക. തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേരെഴുതുക. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള ഒരു തേർഡ് പേഴ്സൻ്റെ പേരെഴുതുക. എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പേരെഴുതണ്ട, തേർഡ് പേഴ്സൺ എന്ന് എഴുതിയാൽ മതി. മാക്സിമം ആരുടെയും പേരെഴുതാതിരിക്കുക. യൂണിവേഴ്സിന് അറിയാം നിങ്ങളുടെ പേഴ്സൺ ആരാണ് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ
പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഫേസ് വരുമല്ലോ. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് എഴുതിയാൽ മതിയാവും. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും ആ പേരിൻ്റെ അടിയിൽ 3 തവണ അണ്ടർലൈൻ ചെയ്യുക. തേർഡ് പേഴ്സൺ എന്ന് എഴുതിയതിന് ശേഷം 3 തവണ ഇങ്ങനെ ഇൻറ്റു മാർക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു സ്ക്വയർ വരയ്ക്കുക. ഇത് നിങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഈ ഒരു സിമ്പിളിൻ്റെ പുറത്ത് വയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് അതിൻ്റെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്നതായിട്ടും തേർഡ് പേഴ്സൺ അവരിൽ നിന്നും അകന്ന് പോയിട്ട് ലാസ്റ്റ് ഇൻവിസിബിൾ ആവുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അത്രത്തോളം സന്തോഷമായിട്ടിരുന്നിട്ട് വേണം നിങ്ങളിത് ചെയ്യുവാൻ. അതിനുശേഷം നിങ്ങളിത് മടക്കരുത്, നിങ്ങൾ നേരെ വെക്കുക. അതിനുശേഷം നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് എഴുതിയില്ലേ, അതിൻ്റെ പുറത്തായിട്ട് വിനീഗർ, ഒരു ഡ്രോപ്പ് വിനീഗർ മതിയാവും, അല്ലെങ്കിൽ മണ്ണെണ്ണ കുറച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്ത് തൂക്കുക. ഇത് എന്നിട്ട് നിങ്ങളുടെ ബുക്കിനകത്ത് വെച്ചതിന് ശേഷം പില്ലോയുടെ അടിയിൽ വെക്കുക. ഈ ഒരു സ്മെല്ല് വിനീഗറിൻ്റെ ആണെങ്കിലും മണ്ണെണ്ണയുടെ ആണെങ്കിലും സ്മെല്ല് പുറത്ത് വരാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ, കാരണം അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഇങ്ങനെ ചെയ്യുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. പേഴ്സണൽ റിച്വൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഫാസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിനേക്കാളല്ല, അതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനും ഫ്യൂച്ചർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള പരിഹാരം എനിക്ക് ചെയ്തു തരാനും സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സോൾവ് ആവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ കരിയർ സംബന്ധിച്ചാണെങ്കിലോ ബ്ലാക്ക് മാജിക്ക് സംബന്ധിച്ചിട്ടാണെങ്കിലോ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലോ ഇതിനെല്ലാം പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം പരിഹാരം ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്നതുമാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഇവിടെ ഞാൻ ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.